ഹലോ ഗായ്സ്, എല്ലാവർക്കും മൊബൈൽ ആപ്പ് ഇൻട്രസ്റ്റേഴ്സ് ഉള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് യൂട്യൂബേഴ്സിന് ഉറപ്പായും വേണ്ട രണ്ട് ആപ്ലിക്കേഷനെ പറ്റിയാണ്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ തികച്ചും നിങ്ങൾക്ക് ഒരു ഉപയോഗപ്രദമായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനൊരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും അതിന് ടൈറ്റിൽ മാറ്റാനും ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും മാറ്റം വരുത്താനും ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ മതി. പിന്നെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാഗ് നിർമ്മിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ടാഗ് നിർമ്മിക്കാൻ നമുക്ക് യൂട്യൂബിൽ തന്നെ നമ്മൾ നിർമ്മിക്കും. ടാഗ് നിർമ്മിക്കാനുള്ള ഓപ്ഷനൊന്നും അവിടെ കിട്ടുകയില്ല. അത് നമുക്ക് ടാഗ് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗത്തോടെ നമുക്ക് പറ്റുകയും ചെയ്യും. നമുക്ക് ടാഗ് നമ്മൾ തന്നെ എഴുതി ടാഗ് ഉണ്ടാക്കുകയല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഒരു ടാഗ് നമുക്ക് വേണ്ട കണ്ടൻറ്റിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈറ്റിലിന് യോജിച്ചുള്ള കീവേഡ്സൊക്കെ നമുക്ക് ആ ടാഗിലൂടെ കിട്ടും. അത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടാഗിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഒരു യൂട്യൂബേഴ്സിന് തികച്ചും ഒരു ഉപയോഗപ്രദമാകുന്ന രണ്ട് ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ്റെ സഹായം വേണം. അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് ഒന്നാമത്തെ കീവേഡ് ടൂൾ എന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാഗ് നിർമ്മിക്കാനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ടാഗ് നിർമ്മിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടൈറ്റിൽ നമ്മളൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കണ്ടൻറ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടൻറ്റിൻ്റെ ഒരു ടൈറ്റിൽ വെച്ച് നമുക്ക് കുറേ കീവേഡ്സ്, അതായത് യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കീവേഡ്സ് നമുക്ക് കിട്ടും. അത് ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് നമ്മളുടെ ടാഗ് ലിസ്റ്റിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസൊക്കെ കൂടാൻ കൂടും. പിന്നെയുള്ള ആ ആപ്ലിക്കേഷൻ ഞാനൊന്ന് ഓപ്പണായി കാണിക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ചെയ്യാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ പ്ലേ സ്റ്റോറിൽ കയറി അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ കീവേഡ് ടൂൾ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഈ ഇൻ്റർഫേസ് കിട്ടി കഴിയുമ്പോൾ നമുക്കിവിടെ ഗൂഗിളിൻ്റെ ഇവിടെ ടൈപ്പിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കാണും. ഈ ടൈപ്പ് കീവേഡ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വേണ്ട എന്തുവാന്ന് വെച്ചാൽ ഞാനിപ്പോൾ യൂട്യൂബർ എന്നടിക്കുക. ഞാൻ യൂട്യൂബർ എന്ന് സെർച്ച് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിളാണ് കാണിക്കാൻ. യൂട്യൂബർ എങ്ങനെ അടിച്ചു നോക്കി. എന്നിട്ട് ഞാനിവിടെ സെർച്ച് ബട്ടൺ കൊണ്ട് സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ലോഡിംഗ് ആയി വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അത് അതിന് ശേഷം ലോഡിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് കീവേഡ്സും താഴെ അത് ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ലോഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കീവേഡ്സും വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ 156 ക്വസ്റ്റ്യൻസ്, അതായത് കീവേഡ്സ് 156 കീവേഡ്സ്, അതായത് യൂട്യൂബിൽ സെർച്ചബിളായിട്ടുള്ള 156 കീവേഡ്സ് നമുക്കിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ സ്ക്രോൾ ചെയ്ത് നമുക്ക് വേണ്ട കീവേഡ്സ് എല്ലാം ഇവിടെ ജസ്റ്റ് ഈ ഒരു ടൈപ്പിങ്ങിൻ്റെ ഇടത്തെ സൈഡിലത്തെ ആ ബട്ടണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്തതിന് ശേഷം ഈ കോപ്പി എന്നുള്ള ബട്ടൺ തന്നെ ഇവിടെ. ഈ കോപ്പി എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കോപ്പിയായി കിട്ടും. ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് കീവേഡ്സ് തയ്യാറാക്കാൻ വളരെ ഇമ്പോർട്ടൻറ്റും നല്ല അടിപൊളിയായിട്ടൊരു ആപ്ലിക്കേഷനാണിത്. അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ YT സ്റ്റുഡിയോ ആണ്. YT സ്റ്റുഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എഡിറ്റിംഗ് കാര്യങ്ങളും എല്ലാം ചെയ്യാനും നമ്മുടെ വീഡിയോയെ പറ്റി അറിയാനും നമുക്ക് വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ഉണ്ട്, എത്ര വാച്ച് ടൈം ഉണ്ട്, ഇങ്ങനെ എല്ലാം അറിയാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് YT സ്റ്റുഡിയോ. എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും കയ്യിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് YT സ്റ്റുഡിയോ ഇല്ല എങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ടൈമോ വാച്ച് ടൈമോ ഒന്നും കാണാൻ ഒക്കുകയില്ല. അതിനുശേഷം നമ്മൾ എഡിറ്റിങ്ങും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് യൂട്യൂബിൽ ചെയ്യാനൊക്കെയില്ല. എന്നാൽ ഈ ഒരു YT സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് അതെല്ലാം ചെയ്യാൻ ഒക്കും. അപ്പോൾ ഞാനിവിടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കാണിക്കാം. YT സ്റ്റുഡിയോ എൻ്റെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് താഴോട്ട് കഴിയുമ്പോൾ എൻ്റെ ഓരോ വീഡിയോസൊക്കെ ഇവിടെ കാണാം. ഞാൻ ഇട്ട വീഡിയോസ് എല്ലാം ഇവിടെ ഈ ഒരു ഇതിൽ കണ്ടിരിക്കാം. എന്നിട്ട് എത്ര വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഞാനിപ്പം ഒരു വീഡിയോ എടുത്ത് കാണിക്കാം. ഇപ്പം ഞാനൊരു പുതുപുത്തൻ 3 ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് 7 വ്യൂസും 2 ലൈക്കും ഒക്കെ ഉള്ളൂ.
എന്നിട്ട് ഞാൻ താഴോട്ട് നോക്കി കഴിയുമ്പോൾ വാച്ച് ടൈം ഒക്കെ ഉള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു YT സ്റ്റുഡിയോ എന്ന് പറയുന്നത്. യൂട്യൂബേഴ്സിന് തികച്ചും ഒരു നല്ലൊരു ഒരു ഉപയോഗപ്രദമെന്ന് പറഞ്ഞാൽ അതിലും മേലെ എന്ന് വെച്ചാൽ ഉപയോഗപ്രദ ഒരു ഇതില്ലാതെ യൂട്യൂബേഴ്സിന് പറ്റില്ല എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണിത്. ഞാനിവിടെ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത് കാണിച്ചത്. അതിനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ഞാനിപ്പോൾ ഒരു ഇതെടുത്തു. അതിന് ശേഷം നമ്മുടെ ഇവിടെ ഒരു പെൻ ഐക്കൺ കാണും. ആ പെൻ എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും മേളിലായിട്ട് പെൻ ഐക്കൺ, ആ പെൻ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ എഡിറ്റിംഗ് ഭാഗത്തേക്ക് വരും. ഇവിടെ നമുക്ക് ടൈറ്റിലുണ്ട്. ടൈറ്റിൽ നമുക്ക് മാറ്റം വരുത്താം. അതിനുശേഷം ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാറ്റം വരുത്താം. പബ്ലിക് ഇട്ടിട്ടില്ലാന്നെങ്കിൽ പബ്ലിക് ഇടാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കീവേഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ കീവേഡ്സ് എല്ലാം കീവേഡ് ടൂളിൻ്റെ അകത്ത് നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അവിടെ വന്നിട്ട് ഈ ആഡ് ടാഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷന് കുറച്ച് കോമയൊക്കെ കൊടുത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് തന്നെ ഈ സേവ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സേവ് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഇട്ട ടാഗുകളെല്ലാം അവിടെ സേവ് ആവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് സാധാരണ കിട്ടുന്ന വ്യൂസിനെക്കാട്ടിലും ഇരട്ടിയായിട്ട് നമുക്ക് വ്യൂസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ല, കൂട്ടുകാർക്ക് എല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.